everyone, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മളൊരു നോമ്പുതുറക്ക് പോവാണ്. എൻ്റെ വീട്ടിലാണ്. ഇവിടുന്ന് കുറച്ച് അധികം ദൂരെയാണ് കേട്ടോ. ഒരു 1.5 മണിക്കൂറൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ കൊണ്ടുവന്ന കുഞ്ഞ് സ്നാക്സും അതേപോലെ കുറച്ച് പ്രിപ്പറേഷൻസും ആണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. വീട്ടിൽ പൊതുവേ ന്യൂജൻ സ്നാക്കിനോടൊന്നും വലിയ താല്പര്യമില്ല. അവർക്ക് പഴയ മലബാർ സ്നാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെ ചട്ടിപ്പത്തിരിയും തരിപ്പോളയാണ് ഞാൻ ഈ പ്രാവശ്യം കൊണ്ടുവന്നത്. ചിലപ്പോൾ പുഡിങ് ഇല്ലെങ്കിൽ സ്നാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ എല്ലാവരും കൊണ്ടുവരിക. ഇനി മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. വെള്ള പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മഞ്ഞയിലേക്ക് കുറച്ച് നെയ്യും ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത ശേഷം മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. മെല്ലെ ഇളക്കി കൊടുക്കുക. ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അടിയിലൊരു തട്ടൊക്കെ വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ആലിക്കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലിയും ചട്നിയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്നു നോക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് മെല്ലെ തുറന്നിട്ട് അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കിയിട്ട് ക്ലിയർ ആയിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം തുറന്ന് തന്നെ വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടൊക്കെ ആറിയ ശേഷം മാത്രം അത് എടുത്താൽ മതി. ഇതുപോലെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്. വെള്ള കസ്കസാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി കുറച്ച് നട്ട്സ് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നമ്മളിതുപോലെ തുറന്ന് മാത്രം എടുത്താൽ മതി. കുറച്ച് ചോപ്പ് ചെയ്തെടുക്കാം. നോർമലി ചട്ടിപ്പത്തിരി നമ്മൾ മൈദ വെച്ചിട്ട് പത്തിരി പോലെ ഇല്ലെങ്കിൽ ചപ്പാത്തി പോലെ പരത്തിയെടുത്ത ശേഷം അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഓരോ ലെയർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. എൻ്റെ കയ്യിൽ ഇതുപോലെ സമൂസ ഷീറ്റ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് അത് വെച്ചിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ മുട്ടയും പഞ്ചസാരയും ഏലക്കയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മുട്ടയുടെ മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കണം. നല്ലോണം ഡ്രൈ ആയി പോരുത്, കുറച്ച് ലൂസായിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി വേറൊരു ബൗളിൽ കുറച്ച് മുട്ട ഇട്ട് കൊടുക്കുക. മുട്ട വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് പാലും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കാപ്പൊടിയും. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഓരോ സമോസ ഷീറ്റും ഇതേപോലെ ലെയർ ചെയ്തെടുക്കുന്നത്. ബേക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഞാനിതുപോലെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതിന് മേലെ മുട്ടയുടെ മിക്സും കുറച്ച് നട്ട്സും മേലെ കുറച്ച് കസ്കസും കൂടി വിതറി കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ലെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ കുറച്ചധികം നട്ട്സ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 175 ഡിഗ്രിയിൽ ഞാനൊന്ന് ബേക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണേ. ഈ ഒരു സമയത്ത് നമ്മൾ ആലിക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചട്ടിപ്പത്തിരിയും റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ബേക്കായ ശേഷം ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്യണമെന്നാണ് ഞാൻ അപ്പോൾ വിചാരിച്ചത്. പക്ഷേ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്തൊന്നുമില്ല കേട്ടോ. ഇനി ഓരോന്നും ഇതുപോലെ പാക്ക് ചെയ്തെടുക്കും. ഇനി ഞാൻ കുറച്ച് കണ്ണിമാങ്ങ ഉപ്പിലിട്ടതും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ പൊതുവെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മുതലേ നമുക്ക് നോമ്പിനൊക്കെ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രി ഐസുരുതിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ബീച്ചിൽ കിട്ടുന്ന അതേ ഐസുരുതി നമ്മൾ ഐസൊക്കെ വെച്ച് അത് തല്ലി പൊട്ടിച്ച് ഇല്ലെങ്കിൽ കവറിലൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ച് പൊട്ടിച്ച ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു ഉപ്പിലിട്ടത്തിൻ്റെ ആ ഒരു വെള്ളവും കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്. ഈ ചോക്ലേറ്റിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആലിക്കുട്ടിയുടെ ലഞ്ചും ഇതൊക്കെ കഴിഞ്ഞ് പാക്കിങ്ങും പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം നോമ്പ് തുറക്കുന്ന സമയമായി. പിന്നെ പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞു. വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് രാത്രി ഏകദേശം ഒരു 10-11 മണി നമ്മൾ തിരിച്ചും പോന്നിട്ടുണ്ടായിരുന്നു.